തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചു. എന്നാൽ ആന മയങ്ങുന്നുണ്ടെങ്കിലും അടുത്ത ഡോസ് കൂടി വേണ്ടിവരും എന്നുള്ളതിൻ്റെ സൂചനകൾ, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൗത്യസംഘം. ആനയുടെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ് എന്നത് തൊട്ടരികിൽ തന്നെ നിന്നുകൊണ്ട് ദൗത്യസംഘം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാകും ഒരുപക്ഷേ വേണ്ടി വന്നാൽ അടുത്ത ഡോസ് മയക്കുവെടി കൂടി വച്ചതിന് ശേഷമാകും കുംകി ആനകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതും ലോറി ആംബുലൻസിലേക്ക് ആനയെ മാറ്റുക എന്നൊക്കെയുള്ള നടപടികൾ അതിനുശേഷമാണ് ഉണ്ടാവുക. ബന്ദിപ്പൂരിലേക്കാണ് ആനയെ കൊണ്ടുവിടുക. കർണാടകയുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ സംഘം, വലിയൊരു സംഘം തന്നെയാണ് ഈ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, അടുത്ത ഡോസ് വയ്ക്കേണ്ടി വരും മയക്കുവെടി എന്നുള്ളതാണ് ഇപ്പോൾ, അതിനുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അടുത്ത ഡോസ് പോപ്പപ്പ് ഡോസ് നൽകിയതാണ്, പക്ഷേ അത് സക്സസ് ആയില്ല. അടുത്ത ഡോസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ഡോസ് തയ്യാറാക്കുന്നു. പോപ്പപ്പ് നൽകേണ്ടി വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളത്. ഇതിനുശേഷമാകും ആനയെ നേരെ ആംബുലൻസിലേക്ക്, ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുക. പ്രത്യേകം സജ്ജമാക്കിയ ലോറിയാണിത്. ആ ലോറിയിലേക്കാണ് ആനയെ മാറ്റുക. ആനയെ മരത്തടികളിൽ വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. അതിനുശേഷമാണ് നേരെ ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ ബന്ദിപ്പൂരിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ദിപ്പൂരിലെ ഗുഡി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഗുഡി റേഞ്ചിൽ കൊലാച്ചി ബീറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നടരാജ് കൊലാച്ചി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്കാണ് ഇതിനെ മാറ്റാനുള്ള നിർദ്ദേശമാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത്. കൊലാച്ചിയിലേക്കാണ് മാറ്റുന്നത്. അത് ബന്ദിപ്പൂർ വനമേഖലയിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. ആ പ്രദേശത്തേക്കാണ് ആനയെ മാറ്റുന്നത്. ആന മയങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആനയുടെ എത്രമാത്രം മയങ്ങിയിട്ടുണ്ടെന്നറിയാൻ ഒരു പടക്കം കൂടി പൊട്ടിച്ചതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇതിനുശേഷമാണ് ഒരു ഡോസ് കൂടി മരുന്ന് നൽകാൻ, രണ്ടാമത്തെ ഡോസും നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഡോസും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ 2 ഡോസ് പോപ്പപ്പ് ഡോസും നൽകി കഴിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ്. ആനയുടെ 2 സിറിഞ്ചുകൾ ആനയുടെ ശരീരഭാഗത്ത് കാണാൻ കഴിയുന്നു. ആന പതുക്കെ നടന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ആനയെ കാണാൻ കഴിയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ജാഗരൂകരായി തന്നെ നിലയുറപ്പിച്ച് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇനി അടുത്ത ദൗത്യം ഈ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ അതിനെ കീഴടക്കുക എന്നുള്ളതാണ്. അതിനാണ് കുങ്കിയാനകളുടെ സഹായം. 3 കുങ്കിയാനകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിക്രം, സൂര്യ, അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ എന്നീ 3 കൊമ്പന്മാർ. അത് മുത്തങ്ങയിലെ ആനപ്പന്തിയിലെ കൊമ്പന്മാരാണ്. ആ കുങ്കിയാനകളെ ഉപയോഗിച്ചാകും ഇതിനെ ഈ ലോറിയിലേക്ക് കയറ്റുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കുക. ആ ഒരു ദൗത്യം നടപ്പാക്കാൻ ഇനി അധികം സമയം വേണ്ട. എന്തായാലും ഈ രാത്രിക്ക് മുന്നിൽ തന്നെ അത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരം ഇരുൾ വീഴുന്ന ഒരു സ്ഥിതിയുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും ഇവിടെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ടവർ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ആനയെ പതുക്കെ ഇവിടെ നിന്നും മാറ്റി. ഇപ്പോൾ 2 തവണ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ കൊണ്ടു എന്ന തരത്തിലേക്ക് നമുക്ക് സ്ഥിരീകരിക്കാമോ? രണ്ടാം തവണ വീണ്ടും മയക്കുവെടി വെച്ചതാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ 2 മയക്കുവെടി ആനയുടെ ശരീരത്തിൽ കാണാൻ കഴിയുന്നു. 2 സിറിഞ്ചുകൾ പതിഞ്ഞതായി ആനയുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആന തിരിഞ്ഞ ഘട്ടത്തിലാണ് രണ്ടാമത്തെ മയക്കുവെടിയുടെ ആ സിറിഞ്ചിൻ്റെ അതുകൂടി കണ്ടത്. അങ്ങനെ 2 മയക്കുവെടികൾ ആനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് പോപ്പപ്പ് ഡോസാണ്. പോപ്പപ്പ് ഡോസ് കൂടി നൽകിയപ്പോൾ മൊത്തം 2 മയക്കുവെടി 2 തവണ വെച്ചു. അത് പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇനി ആനയെ മാറ്റുക എന്നുള്ളതാണ്. അതിന് മയങ്ങാനുള്ളൊരു സമയം നൽകും. അതിനുശേഷം ആനയെ മാറ്റിയ ശേഷമാകും ഇവിടെ നിന്നും കൊണ്ടുപോവുക. എല്ലാവരും കൊണ്ടുപോകുന്ന ആ ഒരു നിമിഷത്തിനായി കാത്ത് നിൽക്കുകയാണ്. എന്തായാലും വയനാട്ടിലെ RRT സംഘത്തിൻ്റെ മറ്റൊരു ആന ദൗത്യം കൂടി ചരിത്രപരമായി ദൗത്യമായി അത് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ അരിക്കൊമ്പനെ കീഴ്പ്പെടുത്തിയ PT7നെയും PM2നെയും കീഴ്പ്പെടുത്തിയ അതേ RRT സംഘം, അവരുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം പൂർത്തിയായത്. നേരത്തെ ഡോക്ടർ അരുൺ സക്കറിയ ഈ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ രാജേഷ് മോഹൻദാസ് ആണ് ഈ സംഘത്തെ നയിക്കുന്നത്. വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണിത്. ബയോളജിസ്റ്റുകളായിട്ടുള്ള വിഷ്ണു, ജിഷ്ണു എന്നിവരുണ്ട്. അതിൽ വിഷ്ണുവാണ് ആദ്യത്തെ വെടി ഉതിർത്തിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ രാജേഷ് മോഹൻദാസ് വെച്ച രണ്ടാമത്തെ വെടി കൃത്യമായ രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ പോപ്പപ്പ് ഡോസ് കൂടി നൽകിയ ഒരു സാഹചര്യം. ഇനി ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യത്തിലേക്ക് കടക്കും. എന്തായാലും ഒരു പെർഫെക്റ്റ് ഷോട്ട് സാധ്യമായിരിക്കുന്നു. അതോടുകൂടി മയക്കുവെടി വെച്ച ആന പതുക്കെ മയങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആ
ഘട്ടത്തിനായി ഏവരും കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും വൈകാതെ തന്നെ ആനയെ ഇവിടെ നിന്നും മാറ്റാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇന്നത്തെ വാർത്താ ദിനം മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായും ഈ ആനയ്ക്ക് പിന്നാലെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഈ ആനയുടെ അവസ്ഥ എന്ത് എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കിയിരുന്നത്. രാവിലെ 5 മണിക്ക് എടവക പഞ്ചായത്തിന്റെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പൻ പക്ഷേ ഒരു തരത്തിലുള്ള അലോസരവും ആളുകളെ സംബന്ധിച്ച് ഉണ്ടാക്കിയില്ല. ഒരാൾക്കും ഭീഷണി ഉണ്ടായില്ല. ആന വളരെ കൂളായി നടന്നു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് നടന്നു പോകുന്ന ദൃശ്യങ്ങളിലടക്കം പുറത്തു വന്നതാണ്. ഇതിനുശേഷം പിന്നീടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടവക പഞ്ചായത്തിലേക്ക് എത്തുകയും എടവകയിൽ നിന്ന് ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഈ ആന മാനന്തവാടി പുഴ കടന്ന് നഗരത്തിലേക്ക് എത്തുന്നു. നഗരത്തിലേക്ക് എത്തിയ നേരെ കോടതി പരിസരത്താണ്. കോടതി പരിസരം എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിന്റെ ഒത്ത നടുക്കാണ്. കോടതി പരിസരത്ത് നിന്നും ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആട്ടി ഈ കൊല്ലിയിലേക്ക് എത്തുകയായിരുന്നു. ഏതാണ്ട് ഒരു 9:30 ഓടുകൂടി ആണ് ആന ഈ കൊല്ലിയിലേക്ക് എത്തിയത്. ഈ കൊല്ലിയിലേക്ക് എത്തിയ ശേഷം പിന്നീട് ഇവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. ഒരു തവണ, അതായത് ഇന്ന് കൃത്യം ഏതാണ്ട് ഒരു 1:30 ആന പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അതായത് ഒരുപക്ഷെ പുറത്തേക്ക് ഓടിയിരുന്നെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമായിരുന്നു ഈ ദൗത്യം എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് ഓടിയാൽ ഒരുപക്ഷെ അത് ജനവാസ മേഖലയാണ്, റോഡിലേക്ക് കടന്നാൽ സ്വാഭാവികമായും അതുണ്ടാക്കാൻ പോകുന്നത് ഗുരുതരമായ പ്രതിസന്ധി ആകുമായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധി ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വസ്തുതയാണ്. അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ ആന തിരികെ അതേ സ്ഥലത്ത് തന്നെ വരികയും ആ ആന എത്തിയ ശേഷം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിലയുറപ്പിച്ച ശേഷം ഒരു തവണ, അതായത് ഈ ദൗത്യം തുടങ്ങിയപ്പോൾ ഉത്തരവിറങ്ങിയ ശേഷം ഈ ദൗത്യം തുടങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ആന കുന്നിലേക്ക് കയറാൻ ശ്രമിച്ചത്. അത് കുന്നിലേക്ക് കയറി അവിടെ തൊട്ടടുത്ത് ആദിവാസി കോളനിയുണ്ട്, ജനവാസ മേഖലയുണ്ട്. ഒപ്പം തന്നെ ഈ മാനന്തവാടി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നഗരത്തിൻ്റെ ഭാഗമായ പ്രദേശം തന്നെയാണ്. അവിടെ വിജനമായ ഒരു പ്രദേശത്തേക്കാണ് ഈ കാട്ടാനയെ എത്തിച്ചത്. പക്ഷേ പിന്നീട് അത് മുകളിലേക്ക് കയറി പോകുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ഈ ദൗത്യം ഇന്ന് പരാജയപ്പെടുമോ എന്നതടക്കമുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്തരം ആശങ്കയ്ക്കൊന്നും ഒരു തരത്തിലും അർത്ഥമില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ RRT സംഘത്തിൻ്റെ, അതോടൊപ്പം തന്നെ വനംവകുപ്പ് സംഘത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ, ആ ഇടപെടലിൻ്റെ ഭാഗമായി ആനയെ കൃത്യമായ രീതിയിൽ തന്നെ താഴേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. താഴേക്ക് എത്തിച്ച് വാഴത്തോട്ടത്തിൽ ആന വീണ്ടും നിലയുറപ്പിച്ചു. ആ വാഴത്തോട്ടത്തിൽ നിന്നും ആനയെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടർച്ചയായി നടന്നു. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റുമാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചോ. അതിന് തൊട്ട് മുമ്പായി ഈ വാഴത്തോട്ടത്തിൽ വെച്ച് ഒരു തവണ ഡോക്ടർ അജേഷ് മോഹൻദാസ് വെടിയുതിർത്തു. പക്ഷേ ഈ ഇലയുടെ എല്ലാം തന്നെ മറവ് ഉണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അത് സാധ്യമായില്ല, സക്സസ് ആയില്ല. അതിനുശേഷം ഈ ആന പുറത്തേക്ക് എത്തിയ ഘട്ടത്തിലാണ് മറ്റൊരു തോക്കുമായി വിഷ്ണു, ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു എത്തുകയും വിഷ്ണു കൃത്യമായ രീതിയിൽ ഒരു പെർഫെക്റ്റ് ഷോട്ട് നടപ്പാക്കുകയും ചെയ്ത് ആനയുടെ പൃഷ്ഠഭാഗത്ത് തന്നെ തെളിഞ്ഞ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് ആനയെ കിട്ടുകയും വാഴത്തോട്ടത്തോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് അതിൻ്റെ പൃഷ്ഠഭാഗത്ത് കൃത്യമായി വെടി കൊള്ളുകയും ചെയ്തു. മയങ്ങാൻ തുടങ്ങി. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഡോസ് കൂടി ഡോക്ടർ അജേഷ് മോഹൻദാസ് നൽകിയിട്ടുണ്ട്. ആന മയങ്ങി തുടങ്ങുന്നു. ഇനി ഉള്ള ദൗത്യം എന്ന് പറയുന്നത് ശ്രമകരമാണ്. ആനയെ കുങ്കിയാനകൾ എത്തിക്കണം. കുങ്കിയാനകൾ എത്തിച്ച ശേഷം ഇതിനെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റണം. സജ്ജമായ ആ ലോറിയിൽ വനംവകുപ്പുകാർ കൃത്യമായ രീതിയിൽ തന്നെ മുത്തങ്ങ ഭാഗത്തുകൂടി കൊണ്ടുപോയി അത് ബന്ദിപ്പൂരിലേക്ക് ഈ ആനയെ ആക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ ഉത്തരവ് പാലിക്കുന്ന നിലയിലാകും കാര്യങ്ങൾ. കർണാടകയുടെ അധീനതയിലുള്ള ആനയാണ്. കർണാടക റേഡിയോ കോഡർ ഘടിപ്പിച്ച ആനയാണ്. ഹാസനും ബേലൂരും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറെ കാലമായി പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്ന, അതായത് തോട്ടങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്ന, പക്ഷേ ആരെയും ആക്രമിക്കാനൊന്നും ഈ ആന മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് കർണാടകയിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ. പക്ഷേ കൃഷിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടുത്തെ അവസ്ഥ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഈ വാഴത്തോട്ടത്തിലാണ്. ആ വാഴത്തോട്ടത്തിലെ കർഷകന് സ്വാഭാവികമായും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് തന്നെ നൽകേണ്ടി വരും. അതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഈ ആന ഉണ്ടാക്കിയിട്ടില്ല. ഒരു മനുഷ്യന് പോലും ഒരു ഹാനിയും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തണ്ണീർ കൊമ്പൻ എന്ന് കർണാടക വനംവകുപ്പുകാർ പേരിട്ട് വിളിച്ച തണ്ണീർ എന്ന ആ കാട്ടുകൊമ്പനെ വയനാടിലെ RRT സംഘം കീഴടക്കിയിരിക്കുന്നു. വിഷ്ണു എന്ന ബയോളജിസ്റ്റിൻ്റെ ഒറ്റ ഷോട്ടിലൂടെ ആനയെ മയക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഈ ആനയെ കീഴടക്കുന്നതിൽ ആ ഒരു ദൗത്യത്തിലേക്ക് അരിക്കൊമ്പനെ കീഴടക്കിയ പോലെ, PM2വിനെ കീഴടക്കിയ പോലെ, PT7നെ കീഴടക്കിയ പോലെ മറ്റൊരു ദൗത്യം കൂടി വിജയം കണ്ടിരിക്കുന്നു വയനാടിൻ്റെ മണ്ണിൽ. എന്തായാലും ആ ഒരു ദൗത്യം നടപ്പിലാക്കി വയനാട്ടിലെ RRT സംഘം, വയനാട്ടിലെ വനംവകുപ്പ് സംഘത്തിനും അഭിമാനിക്കാം. കാരണം ഇപ്പോൾ നിരന്തരം വന്യമൃഗ സംഘർഷത്തിൻ്റെ ഒരു വാർത്തകളാണ് നിരന്തരം വയനാട്ടിൽ നിന്ന് വരുന്നത്. വാഗേരിയിൽ പ്രജീഷ് എന്ന ക്ഷീരകർഷകരെ കടുവ ആക്രമിച്ചതിൻ്റെ അന്നു മുതൽ തുടങ്ങിയതാണ് ഇതിൻ്റെ സംഘർഷത്തിൻ്റെ മൂർധന്യാവസ്ഥ.